റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സർക്കാർ പുറത്തിറക്കിയ സ്വാതന്ത്ര്യദിനത്തിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളിൽ വന്ദേ മാതരം ആലപിക്കണമെന്നില്ല. മുഖ്യമന്ത്രി മുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ വരെയുള്ളവർ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയത്. ഈ മാസം 4-ാം തീയതിയാണ് പൊതുഭരണ പ്രോട്ടോകോൾ വകുപ്പ് സർക്കുലർ ഇറക്കിയത്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ റിപ്പോർട്ടറിന് ലഭിച്ചു. പതാക ഉയർത്തുന്നവരുടെ സന്ദേശവും ദേശഭക്തി ഗാനാലാപനവും നടത്തണമെന്ന് മാത്രമാണ് സർക്കുലറിലുള്ളത്. സർക്കാർ നിർദ്ദേശം പുറത്തിറക്കി 2 ദിവസം കഴിഞ്ഞ് 6-ാം തീയതിയാണ് ലോക് ഭവന്റെ നിർദ്ദേശമനുസരിച്ച് ചീഫ് സെക്രട്ടറി കത്തയച്ചത്. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഈ സർക്കുലർ പുറത്തിറക്കിയ വിവരം ചീഫ് സെക്രട്ടറിക്ക് അറിയാമായിരുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ ഈ സർക്കുലറിനെ തള്ളിയാണോ ചീഫ് സെക്രട്ടറി ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശം പൂർണ്ണമായും പാലിക്കണമെന്ന് വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? സർക്കാരിന്റെ നിർദ്ദേശത്തെ എങ്ങനെയാണ് ചീഫ് സെക്രട്ടറി അറിഞ്ഞിരിക്കവേ ആ സർക്കുലറിന് വിരുദ്ധമായി ഒരു നോട്ടീസ് പുറപ്പെടുവിക്കാൻ കഴിയുന്നത്? അരുൺകുമാർ, ഈ മാസം 4-ാം തീയതി സംസ്ഥാന സർക്കാർ മുഴുവൻ സ്ഥാപനങ്ങൾക്കും, സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വാതന്ത്ര്യ ദിനാഘോഷം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് വിശദമാക്കി ഒരു നീണ്ട സർക്കുലർ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കീഴിലുള്ള പൊതുഭരണ പ്രോട്ടോകോൾ വകുപ്പാണ് ആ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ആ സർക്കുലറിൽ മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട ചടങ്ങ് ആദ്യം എന്ത് വേണം, പിന്നെ എന്ത് വേണം, എങ്ങനെ വേണം എന്നത് മുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്കൂളുകളിൽ നടത്തുന്നവരൊക്കെ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അവിടെ ഒരിടത്തും വന്ദേ മാതരം ആലപിക്കണമെന്ന് പറയുന്നില്ല. അത് 2 വരി പോലും ആലപിക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല. പകരം ദേശഭക്തി ഗാനം ആലപിക്കണം എന്ന കാര്യമാണ് മറ്റു പരേഡുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് ശേഷം പറയുന്നത്. അതാണ് ഒരു സ്വാതന്ത്ര്യദിന ചടങ്ങിൽ മുഴുവൻ വകുപ്പുകളും അതനുസരിച്ചാണ് അവിടെ നടപടികൾ ചെയ്യുക. അതായത് ഓരോ സ്ഥലത്തും ഈ സർക്കുലർ അനുസരിച്ചാണ് സർക്കാർ സ്ഥാപനങ്ങൾ അവരവരുടെ അടുത്ത കാര്യങ്ങൾ ചെയ്യുക. 4-ാം തീയതി സർക്കുലർ ഇറങ്ങുന്നു. ഈ സർക്കുലർ ചീഫ് സെക്രട്ടറിക്കും പോയിട്ടുണ്ട്, സ്വാഭാവികമായും പോയിട്ടുണ്ട്. അതിനുശേഷമാണ് 6-ാം തീയതി ലോക് ഭവനിൽ നിന്ന് ഒരു നിർദ്ദേശം ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണം എന്ന നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അതനുസരിച്ച് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് ഒരു കത്ത് നൽകുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ ഇത് പൂർണ്ണമായും ആലപിക്കണം എന്ന് പറഞ്ഞു. അതായത് 4-ാം തീയതി സംസ്ഥാന സർക്കാർ ഒരു സർക്കുലർ ഇറക്കിയിരിക്കെ അത് മറികടന്ന്, അല്ലെങ്കിൽ ആ സർക്കുലറാണ് നിയമപരമായി ഓരോ ഉദ്യോഗസ്ഥരും അത് ഒബേ ചെയ്യാനാണ് അവർക്ക് അധികാരമുള്ളത്. അപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മാത്രമായി മറ്റൊരു കത്ത് പൂർണ്ണമായും ആലപിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. സ്വാഭാവികമായും സർക്കാർ പുറത്തിറക്കിയതാണ്. സർക്കാരിന്റെ തീരുമാനം മറ്റ് ചീഫ് സെക്രട്ടറിയുടെ കത്തായി തന്നെ നിൽക്കും എന്നാണ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കുലർ പുറത്തിറക്കുന്നത് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ എന്താ ഉള്ളത്? സർക്കുലറിൽ പറയുന്നത് പ്രകാരം പതാക ഉയർത്തുന്നവരുടെ സന്ദേശവും ദേശഭക്തി ഗാനാലാപനവും നടത്തണമെന്ന് മാത്രമേ സർക്കുലറിലുള്ളൂ. വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന സർക്കുലറിലില്ല. സർക്കാർ നിർദ്ദേശം പുറത്തിറക്കി 2 ദിവസം കഴിഞ്ഞ് 6-ാം തീയതി ലോക് ഭവന്റെ നിർദ്ദേശമനുസരിച്ച് ചീഫ് സെക്രട്ടറി മറ്റൊരു നിർദ്ദേശം വകുപ്പുകൾക്ക് കൊടുക്കുന്നു. അതിൽ വന്ദേ മാതരം ചൊല്ലുന്നതിന്റെ കേന്ദ്ര നിർദ്ദേശം അപ്പടി പൂർണ്ണമായിട്ടും പാലിക്കണം എന്നാണ് ചീഫ് സെക്രട്ടറി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ സർക്കുലറിന് ഘടകവിരുദ്ധമായി ചീഫ് സെക്രട്ടറി ഒരു നോട്ടീസ് അയച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചത്. അത് ലോക് ഭവന്റെ നിർദ്ദേശമാണ്. ലോക് ഭവന്റെ നിർദ്ദേശം ചീഫ് സെക്രട്ടറി എങ്ങനെയാണ് നിലവിലൊരു സർക്കുലർ ഇരിക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായി അറിയിക്കുക എന്നതാണ് ചോദ്യം. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് വെട്ടിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, PMCക്ക് പിന്നാലെ ഈ ക്വിസിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടി വെട്ടിലായിട്ടുണ്ട്.